അപ്പോ സരിഗപധ ഒരു പെന്റാറ്റോണിക് സ്കെയിലിന്റെ നോട്ട്സ് ആണിത്. ഇതില് കോമൾ സ്വരങ്ങളും ശുദ്ധസ്വരങ്ങളും മാറ്റി മാറ്റി നമുക്ക് ഒരു കുറച്ച് രാഗങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ സരിഗപധ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന രാഗം ഏതാ? എല്ലാം ശുദ്ധമായിട്ട് വരുന്നത് സരിഗപധ എല്ലാം ശുദ്ധമായിട്ട് വരുന്നത് പറഞ്ഞോ, ഭൂപാലി അല്ലെങ്കിൽ മോഹനം. അപ്പൊ നമ്മള് അതെല്ലാവർക്കും അറിയാവുന്ന രാഗമാണ്. 3 ഫിംഗറിൽ വായിക്കാം. ഭൂപാലി അല്ലേ? ഓക്കെ. ഇനി നമ്മൾ അതിന്റെ രീ മാത്രം ചെറുതാക്കണം. ഇത് ബിബാസ ജയ്ത്ത്, അങ്ങനെ ജയ്ത്ത് എന്ന് ചിലവർ പറയാറുണ്ട്. ശുദ്ധ ബിബാസ് എന്നൊക്കെ ചിലർ പറയാം. അതൊരു ഹിന്ദുസ്ഥാനി രാഗമാണ്. ഇതിലാ മറ്റേ ബ്രഹ്മകമലം എന്ന് പറഞ്ഞ പാട്ടുള്ളത്. വർണ്ണരൂപിണി എന്ന് കർണാട്ടിക് മ്യൂസിക്കിൽ പറയാറുണ്ട്. ഓക്കെ. അടുത്തത് നമുക്ക് ഇപ്പൊ രീ ചെറുതാ, ഇനി ഗാ ചെറുതാക്കണം. രീ അങ്ങനെ തന്നെ വെച്ചിട്ട് ഏതാകും ശിവരഞ്ജിനി. ഇപ്പൊ വായിച്ചത് മിശ്ര ശിവരഞ്ജിനി ഒരു മനത്ത് വലിയ ഗായകനെ വരും. ഓക്കെ. ഇനി പാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇപ്പൊ സരിഗ ഭൂപാലിയുടെ തന്നെ പാവര ഭൂപാലി ദാ മാത്രം മാറ്റും. ഓക്കെ. വാസന്തി. ഓക്കെ. നമ്മള് ഓരോ സ്കെയിൽ മാറ്റി. ഇനി നമ്മള് രീയും ഗായും ധായും മാറ്റാം. അല്ല, രീയും ധായും മാത്രം മാറ്റാം. ഓക്കെ. ഇത് ഭൂപാളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ ഈ രാഗത്തിന്റെ രേവകൃത്തി എന്നാണ്. രീയും ധായും ചെറുത്, ഗാ ശുദ്ധം. അതാണ് ഗോപാലകൃതാകണം. ഇത് രേവകൃത്തി. ഓക്കെ. ഇനി ഒരു രാഗമണി, അതിന്റെ പേരാണ് ഭൂപാളം. അതില് രീയും ഗായും ധായും ചെറുതായിരിക്കും. രേവകൃത്തിയില് രീയും ധായും ചെറുത്, ഭൂപാളത്തില് രീയും ഗായും ധായും ചെറുതായിരിക്കും. ഇതാണ് ശരിക്കും ഭൂപാളം എന്ന് പറയുന്ന രാഗം. അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കി? ഭൂപാലി, ശിവരഞ്ജിനി, വാസന്തി. ഭൂപാലി, ജയ്ത്ത്, ശിവരഞ്ജിനി, വാസന്തി. അങ്ങനെ 4 രാഗം ആദ്യം ചെയ്തു. പിന്നെ രീയും ധായും കോമളാക്കിയപ്പോ രേവകൃത്തി കിട്ടി. രീയും ഗായും ധായും കോമളാക്കിയപ്പോ ഇത് കിട്ടി? ഭൂപാളം കിട്ടി. ഓക്കെ. അപ്പൊ ഇതാണ് സരിഗപധ വെച്ചിട്ടുള്ള കുറച്ച് രാഗങ്ങൾ.